ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ കുട്ടികൾക്ക്, അതായത് 6 മാസം പ്രായമായ നമ്മളെ കുട്ടികൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ ടൈം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫുഡാണ് ഈ കണ്ണങ്കായ പൊടി. അപ്പോൾ അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പഴം എടുക്കുമ്പം നല്ല പച്ച പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ തോൽ നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 2 സൈഡ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഊരി കിട്ടും അത്. അപ്പോൾ നമ്മൾ കത്തീനെ കൂടെ 2 സൈഡ് നല്ലോണം കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തോല് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ റിമൂവ് ചെയ്ത ശേഷം ഈ തോല് നമുക്ക് മുറിച്ചിട്ടിട്ട് നല്ല വറവാക്കി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കളയേണ്ട ആവശ്യമില്ല. നല്ല പോഷക ഗുണമുള്ള ഒരു ഫുഡാണ്. തോല് കളഞ്ഞ ഇത് നമ്മൾ 3 പ്രാവശ്യം വെള്ളത്തിൽ നല്ലോണം കഴുകണം. കാരണം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം നല്ലോണം വെള്ളത്തിൽ കഴുകി അതിൻ്റെ കറയുണ്ടെങ്കിൽ കറ എല്ലാം പോയി 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി നമ്മളിങ്ങനെ വെള്ളം പോകുന്ന ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം പോകാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം. കുറച്ച് നല്ലോണം വെള്ളം ഊർന്ന് പോയി കഴിഞ്ഞിട്ട് നല്ലൊരു തുണി എടുത്തിട്ട് അതിൽ അതിൻ്റെ കായ നമ്മൾ ഈർപ്പം കളയണം. അതായത് അതിനകത്തുള്ള വെള്ളം നമ്മൾ തുടച്ച് കളയണം. തുടച്ച് കഴിഞ്ഞ് അത് നമ്മൾ മാറ്റി വെക്കാം. അങ്ങനെ ഫുൾ ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണം. തിന്നായിട്ട് കട്ട് ചെയ്താൽ മാത്രമാണ് നമ്മളിത് സൺലൈറ്റിൽ ഉണക്കുമ്പം എല്ലാം ഈവണായിട്ട് നമുക്ക് ഇത് ഉണക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഉണങ്ങി കിട്ടുള്ളൂ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതായത് അധികം കട്ടിയിൽ കട്ട് ചെയ്താൽ അത് ഉണങ്ങാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ണങ്കായ നമ്മൾ സോളിഡ്സിൽ എന്തുകൊണ്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഭയങ്കര ഈസി ഡൈജഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫുഡാണ്. പിന്നെ കുട്ടികൾക്ക് വേഗം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അയൺ റിച്ച് ആണ്. പിന്നെ കുട്ടികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാവുന്ന ഒരു ഫുഡാണെന്നാണ് പറയപ്പെടുന്നത്. ചെറുപ്പത്തിൽ നമുക്കും എല്ലാം നമ്മുടെ അമ്മമാർ ഇത് ഉണക്കി പൊടിച്ച് പാലിൽ കുറുക്കി തന്നിട്ടുണ്ടാവും. അപ്പോൾ 6 മാസമായ ഒരു കുട്ടിക്ക് നമ്മളിത് പാലിൽ കൊടുക്കുന്നത് എത്രത്തോളം സേഫാണെന്ന് എനിക്കറിയില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം നമ്മൾ കുട്ടിക്ക് 1 വയസ്സിന് താഴെ പാല് കൊടുക്കുന്നത് സേഫ് അല്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് പമ്പ് ചെയ്തിട്ട് അതിൽ ആക്കി കൊടുത്താൽ വളരെ സേഫായിരിക്കും. ഞാനിവിടെ ഒരു ഫുള്ള് കൊല നിറച്ചുള്ള കായ എടുത്തിട്ട് അത് മൊത്തം തോല് കളഞ്ഞ് 3 വെള്ളത്തിൽ കഴുകി അത് തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാനത് വെയിലത്ത് രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള വെയിലിൽ നമ്മളിങ്ങനെ മീൻസ് ഇതൊന്നും തമ്മിലൊട്ടാതെ ഒന്നൊന്നായിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങാൻ വേണ്ടി കിട്ടും. അങ്ങനെ ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മളിത് എടുക്കുമ്പം അത് ഇങ്ങനെ നമ്മൾ കയ്യിനെ കൊണ്ട് തൊടുമ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ പൊട്ടും. അങ്ങനെ പൊട്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസം നല്ല വെയിലത്ത് വെക്കുന്നതിന് നമുക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലൊരു മിക്സി നല്ലോണം ക്ലീൻ ആക്കിയിട്ട് അതിലെ വെള്ളവും എല്ലാം തുടച്ച് നമ്മളതിലേക്ക് ഈ കണ്ണങ്കായൻ്റെ ഉണങ്ങിയത് ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പൊടി നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത ശേഷം ആ ബാച്ച് മൊത്തം ഗ്രൈൻഡ് ചെയ്ത ശേഷമാണ് നമ്മളിത് വെറുതെ ഒന്ന് അരിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ അരിച്ചെടുത്തു, പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ആ ബനാനേൻ്റെ ആ സീഡിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം.